ഹലോ ഫ്രണ്ട്സ്, ഫുഡ്4 പീപ്പിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഓംലേറ്റിന് എന്തിനാണ് ഈ തേങ്ങ എന്നായിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തായാലും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ തേങ്ങൻ്റെ ഉള്ളിലാണ് ഇന്ന് ഓംലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു അടിപൊളി ഓംലേറ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈ തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മല്ലിയൊക്കെ നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പച്ചമുളകും കൂടി അരിഞ്ഞു വെക്കാം. നമുക്ക് ഉള്ളി ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്യണം. മിക്സി എടുക്കുക. ഓംലേറ്റിനെ ആദ്യം മുട്ട പൊട്ടിച്ചിടാം. നമ്മൾ മിക്സ് ചെയ്തെടുത്ത പച്ചമുളക്, ഉള്ളി, മല്ലിത്തഴ, ഇഞ്ചി ഇതിലേക്കിടാം. കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്കിടാം. ഉപ്പ് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. സലാഡാണ് മെയിൻ ഇളക്കൽ. അപ്പോൾ നമ്മൾ ഉള്ളി നമുക്ക് ആവശ്യം നോക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഓംലേറ്റിൻ്റെ മുട്ടയൊക്കെ. നമ്മൾ ഇനി ഇത് തേങ്ങൻ്റെ ഉള്ളിലേക്ക് ഇടാം. നമ്മളിത് ഫുള്ളാക്കണില്ല, പകുതി വരെ വയ്ക്കണുള്ളൂ. ഒരു 3/4. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൈദ മാവ് നമ്മൾ കുഴച്ചെടുത്ത് അതിൻ്റെ മുകളിലിങ്ങനെ വയ്ക്കാം. ഫുള്ള് സൈഡിലേക്ക് ഇങ്ങനെ ആക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് മേലേക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. നമുക്ക് ഇതുപോലും കൂടെ ഒന്ന് കവർ ചെയ്യാം.
അപ്പോൾ തീയൊക്കെ നന്നായി കത്തി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇളനീര് അതിലേക്ക് വെക്കാം. സംഭവം അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഓ, തീയിൽ നല്ല ചൂടാണ്. ഇത് കണ്ടാൽ തോന്നുന്നില്ല തേങ്ങയാണെന്നില്ല. അതുപോലെ അങ്ങനെ കരിഞ്ഞൂലേ? നല്ല ചൂടുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ എടുക്കാം. അമ്പതാ ഇത് പക്ഷെ മാവാണ് കേട്ടോ, ഇതിലൊന്നുമില്ല മാവ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കാം. നമുക്ക് മുട്ടയൊക്കെ ഒന്ന് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ തേങ്ങയോട് കൂടെ തന്നെ നമുക്ക് മുട്ട എടുത്ത് ടേസ്റ്റ് ചെയ്യാം. ഇതടുത്തത് ഇതുപോലെ കുട്ടികൾ അയ്യവാ നല്ല മണമുണ്ട് ലേസല്ലേ? പുളി. അതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യണ. നമുക്ക് ഇതൊന്നും എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ കൊട്ടാം. നമുക്ക് സ്പൂൺ കൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ എടുക്കാം. സ്പൂൺ കയറുന്നില്ല കേട്ടോ. സാധനം അടിപൊളി. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കാത്ത. അപ്പോൾ ഇതൊക്കെ മൈദമാവാണ്. ഇങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റം മൈദ മാവ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുടുങ്ങി ജെല്ലി ജെല്ലി ഫസ്റ്റേ വന്നു. അപ്പോൾ ഇത് മാവാണ്, മൈദ മാവാണ്. ഇത്രയും മാവാണ്. ഇതിൻ്റെ അകത്ത് ഉണ്ട് നമ്മുടെ ഐറ്റം. യാ മോനെ, നമുക്ക് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇളനീരിൻ്റെ ഇവിടെ വന്നില്ലേ? അടിപൊളിയില്ല, സൂപ്പർ സാധനം. നമുക്കിതൊന്ന് കൊട്ടി നോക്കാം ഇതിൽ. ഓ, ഇച്ചായി വെറൈറ്റി സാധനം. എന്താ മണല്ലേ? കുരുമുളക്. ആ കുരുമുളക് നോക്ക് സുഖല്ലേ, കട്ടിയിട്ട്. അപ്പോൾ ഒരു പ്രിമിറ്റീവ് ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ഒരു കോക്കനട്ട് ഓംലെറ്റ് റെഡിയായി. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് ഒരു ടേസ്റ്റ് ചെയ്യാത്തൊരു സാധനമാണ്. ഇതുവരെയായിട്ട് കാണാത്തതും ടേസ്റ്റ് ചെയ്യാത്തൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ കോക്കനട്ട് ഓംലെറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ സുഖല്ലേ? ഇതിൻ്റെ കൂടെ ഇളനീരൊക്കെ ഉണ്ട്. ഇളനീരൊക്കെ ഉണ്ട് കേട്ടോ. ഇളനീര് എടുത്തിട്ട് കുറച്ച് മുട്ട ഇങ്ങനെ എടുത്തിട്ട് അതിനോട് മുട്ട എടുക്കുക. അടിപൊളി സാധനല്ലേ? ഇതിന് വെറൈറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്മോക്കിൻ്റെ ഒരു മണം. സ്മോക്കും ആ ഇളനീരില്ലേ, ഈ വൈറ്റ് സാധനം, അതും അതിൻ്റെയൊക്കെ ആ ഒരു മിൻറ്റും ആ ഒരു ഫ്ലേവറൊക്കെ അടിച്ച് സംഭവം സെറ്റായി സാധനം. സംഭവം ഉഷാറായിട്ടാ. മുട്ട വേണ്ട, ഒരു ജെല്ലി പോലത്തെ ടൈപ്പിൽ വെന്തിക്കണില്ല സുഖല്ലേ? കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആ കുരുമുളകും ഇഞ്ചിയും കൂടെ ഒന്ന് ഇട്ടപ്പോൾ ഓംലെറ്റ് ലെവല്. കുരുമുളകിൻ്റെ എരിവില്ലേ? പൊളിയുണ്ട്. നല്ല ഹെൽത്തി ഫുഡാണല്ലേ ഇത്. വെജിറ്റബിൾസ്, കോക്കനട്ട്, മുട്ട. ഉപ്പിൻ്റെ ഒരു ചെറിയ കുറവുണ്ട്. ഞാൻ പറയാൻ വേണ്ടി നിൽക്കായിരുന്നു.
സംഭവം ഒരു രക്ഷയില്ല മോനെ. ഉണ്ടാക്കാനാണ് കുറച്ച് പണി, വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയാനൊക്കെ ചെയ്യാം, പക്ഷെ വീട്ടിൽ കുറച്ച് പണിയാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ കുറേ നേരമായിട്ടുണ്ടാവും ഈ വണ്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് ഈ മെഷീൻ്റെ സൗണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൊയ്യേണ്ട സമയമായി പാടമൊക്കെ. അപ്പോൾ ആ കൊയ്ത്ത് മിഷൻ വന്ന് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ പാടം കൂടി ഉണ്ടാവില്ല അല്ലേ അടുത്ത വീഡിയോ ചിലപ്പോൾ ഇതും കൊയ്ത് കണ്ട് പോകും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം ചടപടേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി ഒരു അടിപൊളി കിട്ടുന്ന വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.